മാധവേട്ട, ഞാനിറങ്ങുന്നു. ഇതാ വീടിൻ്റെ ചാവി. തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ വൃദ്ധനായ മനുഷ്യൻ്റെ കയ്യിലേക്ക് താക്കോൽ കൂട്ടം വെച്ച് കൊടുത്തുകൊണ്ട് അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവിടുന്ന് പോകണമെന്ന് നിർബന്ധമാണോ കുഞ്ഞെ? ആ മനുഷ്യൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. പോകണം മാധവേട്ട, മോള് വലുതായി വരികയല്ലേ. വളരും തോറും അവളുടെ സംശയങ്ങളും കൂടും. അപ്പം പിന്നെ ഈ നാട്ടിൽ ഇനി തുടർന്നാൽ അതെൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിനെ കുത്തി നോവിക്കും. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകുന്നതല്ലേ നല്ലത്. തൻ്റെ തോളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് അവൾ നിർവികാരതയോടെ പറഞ്ഞു. എല്ലാം കുഞ്ഞിൻ്റെ ഇഷ്ടം. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. അടുത്ത നിമിഷം മാധവേട്ടൻ അവിടെ ഉണ്ടാവും. അയാൾ അവളുടെ ബാഗുകൾ ഓരോന്നായി വണ്ടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. അതിന് അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നാൽ മതി മാധവേട്ട. ഇവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത്. ഒത്തിരി ദൂരം പോകാനുള്ളതല്ലേ. അത് കുഞ്ഞെ, മോളെയും കൊണ്ട് ഒറ്റയ്ക്ക് ട്രെയിനിലൊക്കെ? അയാൾ പകുതിയിൽ വെച്ച് നിർത്തി. അതിനെന്താ മാധവേട്ട പ്രശ്നം? ഒന്നും ഉണ്ടാവില്ല. എത്തിയാൽ ഉടനെ ഞാൻ വിളിക്കാം. ശരി. ഞാനിനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. കുഞ്ഞ് എല്ലാം തീരുമാനിച്ചില്ലേ? അയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി മുന്നോട്ടെടുത്തു. അവൾ കുഞ്ഞിനെയും മുറുകെ പിടിച്ച് പുറം കാഴ്ചകളിൽ ലയിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. കുഞ്ഞെ, സ്റ്റേഷനെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും മാധവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവളുടെ ബാഗുകൾ ഓരോന്നായി എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോഴേക്കും അവളും ഇറങ്ങി. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോഴും നല്ല ഉറക്കമാണ്. സമയമായതും ട്രെയിൻ വന്നു. കയറുന്നതിന് മുന്നേയായി അവൾ ഒരിക്കൽ കൂടി മാധവനെ തിരിഞ്ഞു നോക്കി. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. മരിക്കും വരെ മറക്കില്ല ഈ മുഖം. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടോ എന്നറിയില്ല. പോയി വരാം. അയാളുടെ കണ്ണിലേക്ക് നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ ട്രെയിനിലേക്ക് കയറി. ട്രെയിൻ കണ്ണിൽ നിന്നും മറയും വരെ മാധവൻ അവിടെ തന്നെ നിന്നു. നെഞ്ചിനുള്ളിൽ കുത്തി വലിക്കും പോലെ ഒരു വേദന കടന്നു പോകുന്നത് അയാൾ അറിഞ്ഞു. അതിനോടൊപ്പം കണ്ണുകളും എന്തിനോ വേണ്ടി നിറയുന്നതും. ആ തിരക്കേറിയ നഗരത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവൾ പകച്ചുകൊണ്ട് ചുറ്റും നോക്കി. റോഡിന് മറുവശത്തായുള്ള ഓട്ടോ സ്റ്റാൻഡ് കണ്ണിൽപ്പെട്ടതും അവളുടെ കാലുകൾ അങ്ങോട്ടേക്ക് ചലിച്ചു. ചേട്ടാ, ദേ ഈ അഡ്രസ്സിൽ പോകണം. കയ്യിലുള്ള ഒരു ചീട്ട് ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അയാൾ അവളുടെ കയ്യിൽ നിന്നും ആ ചീട്ട് വാങ്ങി നോക്കി. പിന്നെ അവളെയും കയ്യിലുള്ള കുഞ്ഞിനെയും. അയാളുടെ നോട്ടം കണ്ട് കുഞ്ഞിപ്പെണ്ണ് അയാളെ നല്ല പോലെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. പെണ്ണിൻ്റെ ഭാവം കണ്ട് അയാൾ അപ്പോൾ തന്നെ അവളോട് വണ്ടിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. അവൾ കൊടുത്ത അഡ്രസ്സിലേക്ക് അയാൾ വണ്ടി പറപ്പിച്ചു. ഓട്ടോ ചെന്ന് നിന്നത് ഒരു വലിയ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്കാണ്. ഓട്ടോ കൂലിയും കൊടുത്ത് അവൾ സ്കൂൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. അവളുടെ കയ്യിലിരുന്ന് കുഞ്ഞിപ്പെണ്ണ് ഇപ്പോഴും ഓട്ടോ ഡ്രൈവറെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. അത് കണ്ട് അവൾ പോലും അറിയാതെ ചിരിച്ചുപോയി. പരിചയമില്ലാത്ത എല്ലാവരെയും തൻ്റെ കുഞ്ഞിപ്പെണ്ണ് നേരിടുന്നത് ഇങ്ങനെയാണ്. അവളുടെ ഈ നോട്ടത്തിൽ ആരും പതറിപ്പോകും. കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഒരു കയ്യിൽ ബാഗുകളുമായി അവൾ മുന്നോട്ട് നടന്നു. പ്രിൻസിപ്പാൾ എന്ന് എഴുതിയിരിക്കുന്ന റൂമിന് മുന്നിൽ എത്തിയതും ഒന്ന് നിന്നു. സാർ, മേ ഐ? ഡോറിന് പുറത്ത് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി ചോദിച്ചു. യെസ്, കമിൻ. അകത്തു നിന്നും പെർമിഷൻ കിട്ടിയതും അവൾ ബാഗുകൾ പുറത്ത് വെച്ച് കുഞ്ഞുമായി അകത്തേക്ക് കയറി. മുന്നിലെ ചെയറിലിരിക്കുന്ന ആളെ ഒന്ന് നോക്കി. അവൾ കയ്യിലുണ്ടായിരുന്ന കവർ അയാൾക്ക് നേരെ നീട്ടി. അയാളത് വാങ്ങി പൊട്ടിച്ച് അതിനുള്ളിലുണ്ടായിരുന്ന ഒരു കുറിപ്പ് പുറത്തേക്കെടുത്ത് വായിച്ചു. ഓ, താനാണല്ലേ അലക്സച്ചൻ പറഞ്ഞ കുട്ടി? അയാളുടെ ചോദ്യത്തിന് അവൾ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. എന്താ തൻ്റെ പേര്? അയാൾ അവളെയും കുഞ്ഞിനെയും നോക്കി അതേ പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു. ഋതിക. ഹാ, ശരി. ഡീറ്റെയിൽസ് എല്ലാം ഓഫീസിൽ കൊടുത്തിട്ട് നാളെ മുതൽ ജോലിക്ക് കയറിക്കോ. താങ്ക് യു സാർ. അതും പറഞ്ഞ് അവൾ കുഞ്ഞുമായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവൾ പോയതും അത്രയും നേരം അവളുടെ മുന്നിൽ പുഞ്ചിരിയോടെ ഇരുന്ന ആ മനുഷ്യൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മുത്തശ്ശി, നമ്മുടെ സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ സ്ഥലം മാറി വന്നിട്ടുണ്ട്. ടീച്ചർക്ക് ഒരു മോള് കൂടിയുണ്ട്. കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല. പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ,
അങ്ങോട്ടേക്ക് നിർത്താമോ എന്ന് ചോദിച്ചു. കഴിക്കുന്നതിനിടയിൽ ലാഘവത്തോടെ പറഞ്ഞുകൊണ്ട് ഹർഷൻ വീണ്ടും കഴിപ്പ് തുടങ്ങി. അതിനെന്താ, വന്നോട്ടെ. യശോദേ, ജയന്തിയോട് അവിടെ ഒന്ന് വൃത്തിയാക്കിയിടാൻ പറഞ്ഞോളൂ. അവർ തൻ്റെ പാത്രത്തിലേക്ക് കറി വിളമ്പുന്ന സ്ത്രീയെ നോക്കി ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ പറഞ്ഞു. മുത്തശ്ശിക്കെന്താ, കണ്ണിൽ കണ്ടവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഞാൻ. ബസു, എന്താ നീ പറയുന്നത്? കണ്ണിൽ കണ്ടവർ ഒന്നും അല്ലല്ലോ. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുട്ടിയല്ലേ. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. മുത്തശ്ശി അതേ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഇതിനു മുൻപും ഇതുപോലെ ഒരാൾക്ക് അഭയം കൊടുത്തതിൻ്റെ ആണല്ലോ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എല്ലാവരും അതും കൂടിയൊന്ന് ഓർത്താൽ നല്ലത്. കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പുറം കൈകൊണ്ട് തട്ടിയെറിഞ്ഞ് അവൻ കാറ്റ് പോലെ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. അവൻ്റെ വാക്കുകളിൽ ഉള്ളം നീറുന്നത് എല്ലാവരും ഒരു വേദനയോടെ മനസ്സിലാക്കി. കുഞ്ഞുമായി ദേവമംഗലം തറവാടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ ഇതേവരെ തോന്നാത്ത ഒരുതരം ഭയം ഉള്ളിൽ നിറയുന്നത് അവൾ പേടിയോടെ മനസ്സിലാക്കി. എങ്കിലും അത് കാര്യമാക്കാതെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. പുറത്തെങ്ങും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവൾ ചുറ്റും ഒന്ന് വീക്ഷിച്ചു. ഏക്കറോളം പരന്നു കിടക്കുന്ന സ്ഥലത്തിന് നടുവിലായി പ്രൗഢിയോടെ തലയെടുത്തു നിൽക്കുന്ന ഒരു വലിയ നാലുകെട്ടാണ് ദേവമംഗലം. ഇടതു സൈഡിലായി കളരിപ്പുരയും അതിനോട് ചേർന്ന് നൃത്തമണ്ഡപവുമുണ്ട്. തറവാടിനോട് ചേർന്ന് തന്നെ മറ്റൊരു കുഞ്ഞു കെട്ടിടവും. അതിന് മറുവശത്തായി വള്ളിപ്പടർപ്പുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന സർപ്പക്കാവും. കുറച്ചു മാറി ഒരു പൊട്ടുപോലെ കാണുന്ന കുളപ്പടവും. മുറ്റത്തായി തന്നെ വലിയൊരു മാവുണ്ട്. അതിൻ്റെ പടർന്നു കിടക്കുന്ന ചില്ലകൾ അവിടമെങ്ങും തണലേകുന്നു. എന്തുകൊണ്ടും ശുദ്ധമായ അന്തരീക്ഷം. രാഘവ, വളം മുഴുവൻ അവിടെ മാത്രമിടാതെ തെങ്ങിൻ തോപ്പിലേക്കുള്ളത് മാറ്റിവെച്ചോളൂ. ആരുടെയോ ഗാംഭീര്യമുള്ള ശബ്ദം കാതിൽ പതിഞ്ഞതും ഋതികയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. പറമ്പിൻ്റെ ഒരു വശത്തായി കസേരയിൽ ഇരുന്നു കൊണ്ട് പണിക്ക് നിൽക്കുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ട് അവൾ കുറച്ചു സമയം അവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു 80 വയസ്സ് തോന്നിക്കും. മുഖത്തും കൈകളിലും ചെറുതായി ചുളിവുകൾ വീണിട്ടുണ്ട്. നെറ്റിയിൽ വിയർപ്പിനാൽ കുതിർന്ന് പാതിമാഞ്ഞ ഭസ്മക്കുറി, നരബാധിച്ച നീളൻ മുടിയിഴകൾ. ഒരു സാദാ സെറ്റ് മുണ്ടുമാണ് വേഷം. ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന മുഖമാണ് അവരുടേത്. പക്ഷെ അതിൽ ഗൗരവം തങ്ങി നിൽക്കുന്നു. കണ്ണുകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം. അവർക്ക് മറ്റുള്ളവരുടെ മുന്നിലുള്ള സ്ഥാനം എന്തെന്ന് വിളിച്ചോതുന്നവയായിരുന്നു. ആരാ? അരികിൽ നിന്നും ആരുടെയോ ചോദ്യം കേട്ടപ്പോഴാണ് ഋതിക അവരിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത്. തനിക്ക് മുന്നിൽ സംശയത്തോടെ നിൽക്കുന്ന സ്ത്രീയെ അവളൊന്ന് നോക്കി. പുറത്ത് കണ്ട വൃദ്ധയായ സ്ത്രീയുടെ അതേ മുഖഛായയാണ് ഇവർക്കും. ഞാൻ സ്കൂളിലേക്ക് സ്ഥലം മാറി വന്ന പുതിയ ടീച്ചർ. പ്രിൻസിപ്പാൾ ഇവിടുത്തെ അഡ്രസ്സ് തന്നിരുന്നു. അവൾ സൗമ്യമായി പറഞ്ഞുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു. ഓ, അത് കുട്ടിയാണോ? ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ചെറുപ്പമാണെന്ന് കരുതിയില്ല. ടീച്ചർക്ക് മോളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ചെറിയ കുഞ്ഞാണെന്ന് ഓർത്തതേയില്ല. അവർ പുഞ്ചിരിയോടെ പറയുന്നതിനോടൊപ്പം കുഞ്ഞിപ്പെണ്ണിൻ്റെ കവിളിൽ ഒന്ന് തഴുകുകയും ചെയ്തു. ആരാ യശോദേ ഈ കുട്ടി? പുറകിൽ നിന്നും നേരത്തെ കേട്ട അതേ ഗാംഭീര്യമുള്ള ശബ്ദം വീണ്ടും കേട്ടതും ഋതിക വേഗം തിരിഞ്ഞു നോക്കി. ഇതാ അമ്മേ, ഹർഷൻ പറഞ്ഞ കുട്ടി. സ്കൂളിലേക്ക് സ്ഥലം മാറി വന്ന പുതിയ ടീച്ചർ. മുറ്റത്ത് തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറ് കുട്ടി. ഗൗരവത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് ഉമ്മറപ്പടിയിലിരുന്ന കിണ്ടിയിൽ നിന്നും വെള്ളമെടുത്ത് കാലുകൾ കഴുകി അവർ ഉമ്മറത്തേക്ക് കയറി ചാരു കസേരയിലിരുന്നു. അവർക്ക് പുറകെയായി ഋതികയും കുഞ്ഞുമായി അവിടേക്ക് കയറി നിന്നു. കുട്ടി ഇരിക്കൂ. അവർ പറഞ്ഞതും അവൾ ബാഗുകൾ നിലത്തേക്ക് വെച്ച് സോപാനത്തിലേക്ക് ഇരുന്നു കൊണ്ട് കുഞ്ഞിനെ മടിയിലേക്ക് ഇരുത്തി. അപ്പോഴേക്കും അകത്തു നിന്നും ഹർഷൻ പുറത്തേക്ക് വന്നു. അവന് പുറകെയായി വസുവും. അവരെ കണ്ടതും ഋതിക വേഗത്തിൽ ഇരുന്നിടത്തു നിന്നും കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു. കുട്ടി അവിടെ ഇരിക്കൂ. ഇവർ എൻ്റെ കൊച്ചുമക്കളാണ്. ഹർഷനെയും വസുവിനെയും നോക്കി പറഞ്ഞു. രണ്ടാളും ഋതികയെ സംശയത്തോടെ നോക്കി. നീ ഇന്നലെ പറഞ്ഞ കുട്ടിയാണിത്. പ്രിൻസിപ്പാൾ പറഞ്ഞ പുതിയ ടീച്ചർ. യശോദ പറഞ്ഞത് കേട്ട് ഹർഷന്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ ഋതികയെ നോക്കി ചിരിച്ചു.
പക്ഷേ അവരുടെ വാക്കുകൾ കേട്ടതും വസുവിൻ്റെ കണ്ണിൽ ദേഷ്യം ഇരച്ച് കയറി. അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൻ കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങി. വസു, നീ എങ്ങോട്ടാ ഈ നേരത്ത്? അവരുടെ ചോദ്യത്തിന് തിരിഞ്ഞു നിന്ന് എല്ലാവരെയും രൂക്ഷമായി ഒന്ന് നോക്കി. അവൻ ബൈക്കിലേക്ക് കയറി അവിടെ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോയി. അവൻ്റെ പെരുമാറ്റത്തിൽ പുതുമയൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ ആരും അതിൽ ശ്രദ്ധ കൊടുത്തില്ല. ഹർഷ, ടീച്ചർക്ക് ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ഋതികയോട് കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ തോന്നാത്തത് കൊണ്ട് മുത്തശ്ശി വേഗം അകത്തേക്ക് കയറിപ്പോയി. അവർക്ക് പുറകെ യശോദയും. കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കാതെ അവർ പോയത് ഋതികയ്ക്ക് എന്തുകൊണ്ടും ആശ്വാസമായി തോന്നി. എന്താ ടീച്ചറുടെ പേര്? ഔട്ട് ഹൗസിലേക്ക് നടക്കുന്നതിനിടയിൽ തനിക്ക് പുറകിലായി വരുന്ന ഋതികയെ നോക്കി ഹർഷൻ ഒരു ചിരിയോടെ ചോദിച്ചു. ഋതിക. മോളുടെയോ? അവളുടെ ഉത്തരം വന്നതിന് പുറകെ ഹർഷന്റെ അടുത്ത ചോദ്യവും വന്നു. ശിവാനി. നല്ല പേരാണല്ലോ, ഞാനൊന്ന് എടുത്തോട്ടെ? ഋതികയുടെ കയ്യിലിരിക്കുന്ന ഉണ്ടക്കവിളുകളുള്ള കുഞ്ഞു ശിവയെ നോക്കി അവൻ കുസൃതിയോടെ ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് അവൾ ഒരു ചിരിയോടെ തലകുലുക്കി. അപ്പോൾ തന്നെ ഹർഷൻ കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ കയ്യിൽ നിന്നും എടുത്തു. അവൻ്റെ കയ്യിലെത്തിയതും കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം മാറി. അവൻ അവളെ കളിപ്പിക്കാനായി എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഹർഷന്റെ കളിപ്പിക്കൽ കൂടിപ്പോയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, കൊടുത്തു അവൻ്റെ കവിളിന് ആ കുഞ്ഞു കൈകൊണ്ട് ഒരെണ്ണം. ഔ! അവൻ വേദന കൊണ്ട് പറഞ്ഞു പോയി. അപ്പോഴേക്കും ശിവാനി വലിയ വായിൽ കരയാൻ തുടങ്ങി. ഋതിക ഹർഷന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവളെ സമാധാനിപ്പിച്ചു. അമ്മേ. ഋതികയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി കുഞ്ഞിച്ചുണ്ട് വിതുമ്പിക്കൊണ്ട് വിളിച്ചു.